കൊടകര ഗ്രാമപഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര റോഡിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തായി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുന്ന ബസ്സും വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്ന ബസ്സും ഒരേ ദിശയിലാണ് നിർത്തിയിരുന്നത്. അതുമൂലം വൻ ഗതാഗതക്കുരുക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒട്ടനവധി പരാതികൾ ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ട്രാഫിക് കമ്മിറ്റി നമ്മൾ വിളിച്ചു ചേർക്കുകയും അതിൽ ഭൂരിപക്ഷം അംഗങ്ങളും അത് അവിടെ നിന്ന് ബസ് നിർത്തിയ ആളെ ഇറക്കുന്ന സംവിധാനം അവിടെ നിന്ന് മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി സ്കൂൾ തുറന്നതിന് ശേഷം തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ബുദ്ധിമുട്ടനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ബസ് നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ പുറകോട്ട് മാറി 100-120 മീറ്റർ പുറകോട്ട് മാറി ബസ് അവിടെ ഒതുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് മാറ്റാനാണ് നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നത്. പൊതുജനങ്ങളുടെ ഒരുപാട് ആളുകളുടെ പരാതി മൂലമാണ് നമ്മളങ്ങനെ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ നമ്മളങ്ങനെ തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ പൊതുജനങ്ങളിൽ ചില വിഭാഗം ശാന്തി ആശുപത്രിയിലേക്കും ചാലക്കുടി ബസ് സ്റ്റോപ്പിലേക്കും നടന്നു പോകുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടിൻ്റെ കാര്യം അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ ട്രാഫിക് കമ്മിറ്റി ഒന്നുകൂടി വിളിച്ചു ചേർത്തിക്കൊണ്ട് ഇവിടുന്ന് ബസ് നിർത്തുന്ന സംവിധാനം മാറ്റി പകരം മറ്റൊരു സ്ഥലത്തേക്ക് 2 സ്ഥലത്തേക്കും പോകാവുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥലം കൂടി കണ്ടെത്താനായിട്ട് വീണ്ടും ട്രാഫിക് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കാനായിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്.